ചെങ്ങൈമാറെ, ഇന്ന് നമ്മുടെ വിഷയം എന്തെന്നറിയോ? നമ്മുടെ നൂറ് ഹബീബി മജ്ലിസിലെ ബഹുമാനപ്പെട്ടതായ ആറ്റക്കോയ തങ്ങള് സുഹരി ഉസ്താദിനോട് ഒരു വെല്ലുവിളി. എങ്ങനെയുള്ള വെല്ലുവിളി എന്നറിയോ? ഞാൻ പറയുന്നില്ല, നിങ്ങൾ തന്നെ അത് കേട്ടിട്ട് അഭിപ്രായം പറയണം കേട്ടോ. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആമീൻ. ഒന്നുമല്ല, ചില ആളുകള് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് വെറുതെ ഒരുപാട് കുപ്രചരണങ്ങൾ നടത്തിയാണ്. പല ഒരു 5-6 മാസമായിട്ട് നിർത്തി എല്ലാരും. കാരണം എല്ലാവർക്കും മനസ്സിലായി ഇത് ഇട്ടിട്ട് കാര്യമില്ല, ഇത് നമ്മള് അടിക്കും തോറും ഇതിങ്ങനെ പൊന്താണ്. ആ ഒരു കാര്യം ആറ്റക്കോയ തങ്ങൾ പറഞ്ഞത് കറക്റ്റ് അല്ലേ? ചില ആളുകൾ വീഡിയോ ഇറക്കുന്നു ആറ്റക്കോയ തങ്ങൾക്ക്, പക്ഷെ ആറ്റക്കോയ തങ്ങളുണ്ടല്ലോ മുന്നോട്ടേക്ക് കുതിച്ചു ഉയരുകയാണ്, താലോട്ടേക്ക് പോകുന്നില്ല. വീഡിയോ ഇട്ട ആള് നമ്മളെ പോലത്തെ ആളെല്ലാം ബാക്കി. പക്ഷെ എൻ്റെ ഒരു അഭിപ്രായത്തിലുണ്ടല്ലോ, ഈ ആറ്റക്കോയ തങ്ങളെ എതിർക്കാതിരിക്കലാണ് നല്ലത്. കാരണം വെച്ചാൽ മൂപ്പര് ഒരുപാട് പാവപ്പെട്ടവരെ സഹായിക്കുന്നുണ്ടെന്ന് നമ്മൾക്ക് കണ്ടറിയുന്നതാണ്. ഒരുപാട് പാവപ്പെട്ടവരെ, എത്തീമക്കളെ, അങ്ങനെ ഇപ്പോൾ എത്തീമക്കൾക്ക് വേണ്ടിയിട്ട് പിന്നെ ദർസ് ക്ലാസ് തുടങ്ങിയിട്ടുണ്ട്. അവിടെ എല്ലാ സൗകര്യങ്ങളും നൽകിയിട്ടുണ്ട്. പാവപ്പെട്ടവർക്ക് വീട് വെക്കുന്നുണ്ട്, സ്ഥലം കൊടുക്കുന്നുണ്ട്, അങ്ങനെ എല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ കുറ്റം പറിച്ച് നമ്മൾ റീച്ചിനും വേണ്ടിയിട്ട് പറഞ്ഞിട്ട് എന്ത് കാര്യം? ഒരു കാര്യമില്ല. ഞാൻ ഇതോടുകൂടി ആറ്റക്കോയ തങ്ങളുടെ വീഡിയോ ഇറക്കുന്നത് ഞാൻ നിർത്തിയിട്ടാ. കാരണം വെച്ചാൽ കേൾക്കാം ആറ്റക്കോയ തങ്ങളുടെ ചില വാക്കുകൾ. അൻസാരി ലൈഫ് ഫോട്ടോത്തിൽ കാണുന്ന ഇയാൾ വെറും കളത്തുള്ളേന്ന് വരുന്നത്. അതിന് 2 തെളിവുകൾ ഞാൻ തരാം. അയാൾക്ക് എല്ലാവരും മോശപ്പെട്ടവരാണ്, അയാൾ മാത്രമേ നല്ലൊരാളുള്ളൂ. 2 കളവല്ല, പറയുന്നതൊക്കെ കളവാണ്. ഈ വീഡിയോ കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അയാള്. കാരണം കള്ളക്കഥകൾ മെനഞ്ഞ് വിവേഴ്സ് ഉണ്ടാക്കുക. അതിന് ഒന്നാമത്തേത് കാരണം തൊപ്പിട്ടിട്ടൊക്കെ ഇങ്ങനെ കളവ് പറയുന്നത് ജനങ്ങൾ അറിയണ്ടേ. ഈ ചെങ്ങായി ഇങ്ങനെ കളവ് ഇങ്ങനെ പറഞ്ഞ് ജനങ്ങൾ സത്യം തെളിയിക്കണ്ടേ. തൊപ്പൊക്കെ ഇട്ടിട്ട് എൽമ പഠിച്ച് ഒരുത്തം വന്നിട്ട് ഇങ്ങനെ നമ്മ പറയുമ്പോ അപ്പൊ അത് നമ്മളെ എന്ത് ചെയ്യണം? 2 കളവ് ഈ ആഴ്ച പറഞ്ഞു. ഒരു കണ്ടന്റും ആരും കുറിച്ച് കിട്ടൂല. അപ്പൊ ആരെങ്കിലും പരിഗണിക്കേണ്ടി വരും. എന്നിട്ട് ആരെങ്കിലും എന്തെങ്കിലും അയച്ചു കൊടുക്കുന്ന ഓൻ എന്ത് ചെയ്യും? എടുത്തിട്ട് അതൊക്കെ കുറച്ച് ആളുകളുണ്ട് ഇതിന്റെ അടിയിൽ കമന്റ് ഒക്കെ. 2 കളവ് അത് മാത്രം പറഞ്ഞിട്ട് ഞാൻ നിർത്താക്കും. ഒന്നാമത്തെ കളവ്, ഈ ആഴ്ച അയാള് ഫുള്ള് വീഡിയോ കാണിട്ടോ. അയാൾ ഈ കഴിഞ്ഞ ആഴ്ച അയാളൊരു വീഡിയോ ഇറക്കി. ആ വീഡിയോയിൽ അയാൾ പറഞ്ഞു, എന്റെ ഫോട്ടോ വെച്ചത് ഒരു നല്ല ഈമാനുള്ളവരാണെങ്കിൽ വെക്കുവോ? നല്ല ഈമാനുള്ളവരാണെങ്കിൽ മറ്റുള്ള ഒരാളെ മുന്നിൽ ഇങ്ങനെ ഒരാളെങ്ങനെ അഭാസപ്പെടുത്തു. പ്രിയപ്പെട്ട ഉസ്താദെ, ഇതിൽ ഞാൻ ഒന്ന് ഇടപെട്ടോടുന്നു. കാരണം ചില നല്ലൊരാളുണ്ടെങ്കിൽ മറ്റുള്ളവരെ ഫോട്ടോ വെക്കുമോ എന്ന് പ്രിയപ്പെട്ട അറ്റക്കോയ തങ്ങൾ ചോദിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ താങ്കളും അങ്ങനെയല്ല ചെയ്തത്. സുഹരി ഉസ്താദിൻ്റെ ഫോട്ടോ നിങ്ങൾ വെച്ചിട്ട് മുമ്പത്തെ കഥകൾ എടുത്ത് പറയുന്നുള്ളൊരു വാക്കല്ലേ, അത് തെറ്റല്ലേ? അപ്പോൾ നിങ്ങൾ പറയുന്നത് മറ്റുള്ളവരെ ഫോട്ടോ ഒരിക്കലും വെക്കാൻ പാടില്ല. അപ്പോൾ ഇതും വെക്കാൻ പാടില്ലല്ലോ. എൻ്റെ തങ്ങളെ രീതിയിൽ തന്നെ നീങ്ങിക്കോ. എത്രത്തോളം കല്ലെറിയുന്നുണ്ടോ അത്രത്തോളം നിങ്ങൾ മെയിൻറ്റ് ചെയ്യാതെ പോയിക്കോ. നിങ്ങൾ പിന്നെ എന്തിനാണ് ഇങ്ങനെയുള്ള റിയാക്ഷൻ വീഡിയോകളെല്ലാം ചെയ്യുന്നത്? ഒരു സുപ്രഭാതത്തില് ഉമ്മയുടെ കഴുത്തിലേക്ക് നോക്കുമ്പോ ഈ 4.5 പവന്റെ മാല കാണുന്നില്ല. ഈ ഉമ്മ അതിലേക്ക് കൂലി കൊടുത്തു. പക്ഷേ പ്രിയപ്പെട്ട തങ്ങളെ, സുഹരി ഉസ്താദ് ആരാണെന്ന് പറയുന്നില്ല. 40,000 വ്യൂസ് ഉണ്ട് പിന്നെ ലൈവ് മജ്ലിസിൽ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. പക്ഷെ അത് തങ്ങൾക്ക് നൂർ ഹബീബായ അറ്റക്കോയ തങ്ങൾക്ക് തട്ടേണ്ട ഒരു കാര്യമില്ല. മൂപ്പര് സുഹരി ഉസ്താദ് ആളെ വ്യക്തമാക്കുന്നില്ലല്ലോ. പിന്നെ എന്തിനാണ് തങ്ങൾ ടെൻഷൻ എടുക്കുന്നത്? ടെൻഷൻ എടുക്കാണ്ട് നിങ്ങൾ മുന്നേറൂ. നീ പറഞ്ഞ
ഈ ഫോട്ടോയിൽ കാണുന്നില്ല, ഉസ്താദിന് ഫോട്ടോ വെച്ചിട്ടുണ്ട്. നമ്മള് അൽഹംദുലില്ലാഹ് അല്ലാഹുവിന്റെ റസൂൽ ബർക്കത്തോടെ നമുക്ക് ഒരുപാട് കിട്ടിയിരിക്കണം. പക്ഷെ 4 പവനായിട്ട് ആരും കൊണ്ട് തന്നിട്ടില്ല. ഉസ്താദ് പറഞ്ഞ 40K വ്യൂവേഴ്സ് ഇല്ല, 40K വാച്ച് വ്യൂവേഴ്സ് ഇല്ല ഒരു ഓൺലൈൻ മജ്‌ലിസിലാണ് ഈ ഉമ്മ പെങ്ങൾ സ്വർണ്ണം കൊടുത്തത്. ഉസ്താദെ, നിങ്ങൾ ഇതൊന്ന് കേൾക്കണം. ഈ ഏത് ഓൺലൈൻ മജ്‌ലിസിലാണ് സ്വർണ്ണം കൊടുത്തത്? ഒരു ഓൺലൈൻ മജ്‌ലിസാണ്. എല്ലാ ദിവസവും രാവിലെ 40,000 50,000 ആളുകൾ തത്സമയം വരുന്ന പരിപാടി. ഈ ഉമ്മ അതിനെ കൂലി കൊടുത്തു. നിങ്ങൾക്ക് നിങ്ങളൊരാളാണെങ്കിൽ നിങ്ങൾ തെളിയിക്കോ? ഏത് മജ്‌ലിസിന്റെ പേര് പറയും. ഞാനിവിടെ ആ ഓൺലൈൻ മജ്‌ലിസിന്റെ പേര് പറയും. ഒരു മനുഷ്യനെ കുറിച്ച് പറയും. പക്ഷെ ജോരി ഉസ്താദ് അവിടെ ചെയ്തത് കറക്റ്റാണ്. പക്ഷെ ആ ഓൺലൈൻ മജ്‌ലിസിന്റെ പേര് പറയുന്നില്ല, മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാകണ്ടെന്ന് പറഞ്ഞിട്ട്. അത് പിന്നെ ഉസ്താദിനെ അറ്റക്കോയ തങ്ങൾ ഉസ്താദിനെ പറയുന്നില്ല അവിടെ. അതും മനസ്സിലാക്കണം തങ്ങളെ. അത് തെളിയിക്കട്ടെ. തെളിയിക്കണം. തെളിയിക്കാൻ കഴിയും. ആ ഏത് മജ്‌ലിസിന് ആ പൈസ കൊടുത്തു എന്ന് പറയാൻ കഴിയും. പച്ചനുണ നിങ്ങൾ പറഞ്ഞത് എന്തിനാ ഉസ്താദ്? ഒന്നത്. രണ്ടാമത് നിങ്ങൾ നുണ എന്ന് നമുക്ക് പറയാനുള്ള അർഹതയില്ല. കാരണം വെച്ചാൽ ജോരി ഉസ്താദിനോട് ആ ഉമ്മ പറഞ്ഞെന്നുള്ള പറയുന്നുള്ളത്. പക്ഷെ ആ മറ്റൊരാൾ പറഞ്ഞതാണ് ജോരി ഉസ്താദ് വീഡിയോ ചെയ്തിട്ടുള്ളത്. ആരാണെന്നൊന്നും പറയുന്നില്ല. നിങ്ങളിപ്പോ വെള്ളിയാഴ്ച വേറെ വീഡിയോ ഇറക്കി. എന്നിട്ട് നിങ്ങൾ പറഞ്ഞു ജനങ്ങളോട് ഞാനല്ല കളയെ പറയുന്നത്, നീയാ കളയെ പറയുന്നത്. എന്താ പറഞ്ഞത്? എല്ലാ സ്ഥലത്തും മഴ പെയ്യുന്നുണ്ട്. എന്നിട്ട് കൊടക്കാട് കാറിനെ കെട്ടു എന്ന് പറഞ്ഞൊരു വീഡിയോ ഇറക്കി. കഴിഞ്ഞ മാസം കൊടക്കാട് നൂറെ ഹബീബിനെ മജ്‌ലിസ് നടക്കുമ്പോൾ 40 ഡിഗ്രി ചൂടാ. ഞാൻ തെളിയിച്ചത് 40 ഡിഗ്രി ചൂടാ പാലക്കാട്. മജ്‌ലിസിന്റെ അന്ന് അൽഹംദുലില്ലാഹ് റസൂൽ ബർക്കത്തോടെ റസൂലുള്ളാഹിന്റെ അവിടെ വന്ന ലക്ഷക്കണക്കിന് ആളുകൾക്ക് എന്താക്കി അവിടെ ഒരു തളല് കിട്ടി. അത് ഞാൻ പറഞ്ഞു എല്ലാ സ്ഥലത്തും നല്ല വെയിലാണ്. അൽഹംദുലില്ലാഹ് സ്വലാത്ത് നടക്കുന്ന സമയത്ത് റസൂലുള്ളാഹിന്റെ പേരല്ലേ സ്വലാത്ത് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ തണലുണ്ടാവില്ല. അങ്ങനെ തണലിട്ട് കാർമേയം അയാൾ എന്താക്കി ഒരു മാസം മഴ പെയ്യാൻ കാത്തുന്നു. എന്നിട്ട് എന്താക്കി കളിയാക്കി. ഒരു മാസം ഇത് കഴിഞ്ഞ മാസത്തെ മജ്‌ലിസിന്റെയാണ്. എന്നിട്ട് അറിയാം ഈ മാസം പറഞ്ഞിട്ട് അല്ല കളവ്. എന്തിനാ ഉസ്താദ് എങ്ങനെ കുറെ കളവ് പറഞ്ഞിട്ട് വിളിച്ചുണ്ടാക്കുന്നത്? കൊടക്കാടൊക്കെ വെറും കാർമേഘമല്ലേ തങ്ങളെ. എന്റെ നാട്ടിൽ നോക്ക്, ഇന്നലെ വരെ കൊടും വെയിലായിരുന്നു. ചൂടോടെ നിൽക്കാൻ വയ്യ. അതേപോലെ ഒരു മഴ അങ്ങ് പെയ്യിപ്പിച്ചു. നിങ്ങൾക്ക് ഞാൻ തെളിയിച്ചു തരാം. നിങ്ങൾ മറുപടി പറയണം. പറഞ്ഞേ പറ്റൂ. എന്തിനാ ജനങ്ങൾ എന്തായാലും ഒരവസ്ഥ തമ്മിൽ തന്നെ അറ്റക്കോയ തങ്ങൾ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജോരി ഉസ്താദ് പണ്ഡിതന് തമ്മിൽ തന്നെയാണ് ഓരോരു റിയാക്ഷൻ വീഡിയോ എല്ലാം കൊണ്ടുവരുന്നത്. എന്തിന്? ആരെ കാണിക്കാൻ, ആര് ബോധ്യപ്പെടുത്താൻ? ജോരി ഉസ്താദിൻ്റെ ജോലി ജോരി ഉസ്താദ് ചെയ്തു പോട്ടെ. അറ്റക്കോയ തങ്ങൾ വെച്ചിട്ട് ഒരു മൊയ്ലിയല്ലേ? കഴിഞ്ഞ മാസം നടന്ന സ്വലാത്തിന്റെ മജ്‌ലിസിന്റെ കഥ പറഞ്ഞു. എന്നിട്ട് നിങ്ങൾ എന്താ മഴ പെയ്യുമ്പോൾ കാത്തു നിൽക്കുക. എന്നിട്ട് മഴ പെയ്തപ്പോൾ ആൾ പുറത്തു പൊടിക്കുക. ഇതിപ്പോഴൊക്കെ മഴ പെയ്യുന്നത് പുറക്കാട് മഴ പെയ്തിട്ടില്ല. എന്താ മൊയ്ലിയെ? നിങ്ങളൊക്കെ എന്താ നടക്കുന്നത്? ഇത് പറയാൻ വിചാരിച്ചു. പച്ച നുണ പറഞ്ഞിട്ടൊന്ന് ഇറക്കിയതായിട്ടും ദയവ് ചെയ്തിട്ട് നുണ പറഞ്ഞിട്ട് നാളെ ദുനിയാവിനെ കൊണ്ട് വെക്കല്ല. ആ തൊപ്പി വെച്ചത് യഥാർത്ഥമാണെങ്കിൽ ഒന്ന് റബ്ബിനോട് ഒന്ന് പറയണം, ഒന്ന് തൗബ ചെയ്യും. പിന്നെ നിങ്ങൾ ഇങ്ങനെ മോശപ്പെട്ട ഓരോ വീഡിയോ ഓരോന്നിടുന്നുണ്ടല്ലോ. ഒരു ചോദ്യം പോലെ ചോദിക്കട്ടോ, ഒന്ന് മറുപടി പറഞ്ഞ. 93 മക്കളെ കെട്ടിച്ചു. മക്കൾക്ക് വീടുണ്ടായി. ഒരുപാട് പള്ളി നിർമ്മിച്ചു, ഒരുപാട് മദ്രസ നിർമ്മിച്ചു, ഒരുപാട് മക്കളെ ഏറ്റെടുത്തു. അൽഹംദുലില്ലാഹ് സ്വലാത്തിന് മദ്രസ സ്ഥലം വാങ്ങി, 3 ഏക്കർ സ്ഥലം വാങ്ങി പാവങ്ങൾക്ക് നന്നായി. ഞാനും പറയുന്നുള്ളത് തന്നെ. കാരണം വെച്ചാൽ ബഹുമാനപ്പെട്ട നൂർ ഹബീബ് ആറ്റക്കോയ തങ്ങൾ ഒരുപാട് പേരെ സഹായിച്ചിട്ടുണ്ട്. കൊടുക്കുന്നവർ കൊടുത്തോട്ടെ, കാണുന്നവർ മജ്‌ലിസ് കണ്ടോട്ടെ. നമ്മൾ എതിർക്കാൻ പോവാതെ ഇരുന്നാൽ മതിയല്ലോ. അതുകൊണ്ടെങ്കിലും ആ സ്ഥലത്തിൽ